ഷാജി ജോൺ എഴുതിയ ഒരു ചെറുകഥ. രണ്ട് വ്യക്തികളില്ലായിരുന്നുവെങ്കിൽ ഇടുക്കി ജില്ലയിലുള്ള ശാന്തിഗ്രാം എന്ന പ്രദേശം പുറം ലോകത്തിന് അപരിചിതമായ ഒരു ഗ്രാമമായേനെ. ഇന്ത്യൻ സിനിമയുടെ നക്ഷത്രമായ വിജയ് ശാന്തിഗ്രാമിൽ 100 ഏക്കർ വരുന്ന ഭൂമി വാങ്ങിച്ച് അവിടെ താമസമാക്കിയപ്പോൾ അവിടുത്തെ ഗ്രാമവാസികൾ മാത്രമല്ല, രാജ്യം മുഴുവൻ ആശ്ചര്യപ്പെട്ടു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ശാന്തിഗ്രാമിൽ എത്തിയതു മുതൽ ആ ഭൂപ്രദേശം അദ്ദേഹത്തെ അതിയായി ആകർഷിച്ചിരുന്നു. വിജയുടെ ആ സാന്നിധ്യമാണ് അവഗണിച്ചു കിടന്ന ആ പ്രദേശത്തേക്ക് വികസനം കൊണ്ടുവന്നത്. ഒരു 15 വർഷം മുമ്പ് ശാന്തിഗ്രാമിൻ്റെ ആ ഒരു വികസനം ആരും സ്വപ്നം പോലും കണ്ടിരുന്നില്ല. വിജയുടെ വരവോടെ ഒരു എക്സ്പ്രസ് ഹൈവേ ആ പ്രദേശത്തുകൂടെ കടന്നുപോയി. വൈദ്യുതി, വാർത്താവിനിമയ മാർഗങ്ങൾ, റെയിൽവേ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ എന്നിവ ഒന്നിനു പിറകെ ഒന്നായി അവിടേക്ക് വന്നു. എന്നിരുന്നാലും വിജയ്ക്ക് ആ ഗ്രാമത്തിലുള്ള ആരെയും അറിയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ അദ്ദേഹം ആരെയും അടുപ്പിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് ആ ഗ്രാമം വേണമായിരുന്നുവെങ്കിലും ആ ഗ്രാമത്തിലുള്ള ആരെയും ആവശ്യമില്ലായിരുന്നു. രാത്രിയിൽ വരികയും പോകുകയും ചെയ്യുന്ന ഒരു രാത്രി ജീവിയായിരുന്നു ഗ്രാമീണർക്ക് വിജയ്. ഭൂരിപക്ഷം ആളുകളും അദ്ദേഹത്തെ രാമനായും മുഹമ്മദായും തോമസായും സ്ക്രീനിൽ മാത്രമേ കണ്ടിരുന്നുള്ളൂ. അവരുടെ മനസ്സിൽ അദ്ദേഹം അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്തു. എങ്കിലും അദ്ദേഹം ശാന്തിഗ്രാം പുറം ലോകത്ത് അറിയപ്പെടാൻ ഒരു കാരണക്കാരനായി. ശാന്തിഗ്രാമിൽ ഒരു വിചിത്ര മനുഷ്യൻ കൂടെ ഉണ്ടായിരുന്നു. അമ്മണി അമ്മയുടെയും മരിച്ചുപോയ കരുണാകരൻ നായരുടെയും ഒരേ ഒരു മകനായ 40 വയസ്സുള്ള ഉണ്ണിക്കുട്ടനായിരുന്നു അത്. അദ്ദേഹം അറിയപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ വേറിട്ട സ്വഭാവവും രീതികളും മൂലമായിരുന്നു. ഉണ്ണിക്കുട്ടൻ കുട്ടിക്കാലം മുതൽക്കേ ആ ഒരു പ്രത്യേക സ്വഭാവം കാണിച്ചിരുന്നു. അതിന് കാരണം അവൻ 5 വയസ്സുള്ളപ്പോൾ ഒരു വസ്തു തർക്കത്തെ തുടർന്ന് അവൻ്റെ അച്ഛനെ ഏതാനും പേർ ചേർന്ന് പട്ടാപ്പകൽ അടിച്ചു കൊല്ലുന്നത് കാണുവാൻ ഇടയായതാണ്. അതിനുശേഷം അവന് പകലിനോടും മനുഷ്യനോടും പേടിയായി. പുറത്തുള്ള ആൾക്കാരെ കാണുമ്പോൾ പേടിച്ച് നിലവിളിച്ച് വീട്ടിലേക്ക് ഓടുമായിരുന്നു. വളർന്നു വലുതാകുന്നതനുസരിച്ച് അവൻ്റെ അവസ്ഥ വളരെ മോശമായി. അമ്മണിയമ്മ ഒരു തേങ്ങുന്ന ഉണ്ണിയെ എടുത്തും വലിച്ചിഴച്ചും സ്കൂളിലേക്ക് കൊണ്ടുവരുമായിരുന്നു. സ്കൂളിൽ അവരുടെ എല്ലാവരുടെയും പിടി അയയുന്ന മുറയ്ക്ക് അവൻ ഒരലർച്ചയോടെ തിരിച്ച് വീട്ടിലേക്ക് ഓടിയിരുന്നു. അങ്ങനെ അമ്മണിയമ്മ ഉണ്ണിയെ സ്കൂളിൽ കൊണ്ടുപോകുന്നത് നിർത്തി. പതുക്കെ അവൻ പകൽ വീടിന് വെളിയിൽ ഇറങ്ങുന്നത് തന്നെ നിർത്തി. ഇനി ആരെങ്കിലും വീട്ടിലേക്ക് വന്നാൽ തട്ടിൻ പുറത്ത് അഭയം പ്രാപിക്കുമായിരുന്നു. ഉണ്ണിയുടെ ഈ മാനസികാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള അമ്മണി അമ്മയുടെയും മറ്റു കുടുംബക്കാരുടെയും ശ്രമം ഉണ്ണിയെ വീണ്ടും വീണ്ടും ഒറ്റപ്പെടുത്തി. അവനെ അവൻ്റെ ഇരുണ്ട ലോകത്തേക്ക് കൂടുതൽ കൂടുതൽ തള്ളിവിട്ടു. ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിക്കുവാനുള്ള പലരുടെയും ആവർത്തിച്ചുള്ള ഉപദേശത്തിന് അമ്മണിയമ്മ ചെവി കൊടുത്തില്ല. കാരണം ഉണ്ണിയിൽ നിന്നുണ്ടാകുന്ന പ്രതികരണം എന്തായിരിക്കുമെന്ന് അവർ ആകുലപ്പെട്ടു. ആ ഒരു ദാരുണമായ അവസ്ഥയിലും ഉണ്ണി ജീവിച്ചിരിക്കുന്നത് അവർക്കൊരു വലിയ ആശ്വാസമായിരുന്നു. ഉണ്ണിക്ക് വേണ്ട എല്ലാ ശ്രദ്ധയും അവർ കൊടുത്തിരുന്നു.
അവൻ്റെ രുചി അനുസരിച്ചുള്ള ആഹാരം വിളമ്പി തട്ടിലേക്കുള്ള നടകളുടെ ഏറ്റവും മുകളിലത്തെ നടയിൽ വെച്ചിരുന്നു. അമ്മിണിയമ്മ ഒരിക്കലും വീട്ടാവശ്യങ്ങൾക്ക് ഉണ്ണിയുടെ സഹായം തേടിയില്ലായിരുന്നുവെങ്കിലും എല്ലാം അറിഞ്ഞ് വീട്ടാവശ്യങ്ങൾ എല്ലാം അവൻ നിർവഹിച്ചിരുന്നു. രാത്രിയിൽ ആണെന്ന് മാത്രം. വെള്ളം കോരി പാത്രങ്ങളിൽ നിറയ്ക്കുന്നത് മുതൽ തേങ്ങ ഇടുന്നത് വരെ. ശാന്തിഗ്രാംകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ണി ഒരു അപകടകാരിയോ ശല്യക്കാരനോ ആയിരുന്നില്ല. മറിച്ച് ഒരു സഹായകനും രക്ഷകനുമായിരുന്നു. ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രാമത്തിലെ ഒരു പ്രമുഖൻ്റെ പ്രിഞ്ചുകുട്ടിയെ ആരോ തട്ടിക്കൊണ്ടുപോയി. പക്ഷേ അവരുടെ പദ്ധതി അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങാത്തത് കൊണ്ട് അവർ കുട്ടിയെ കാട്ടിലുപേക്ഷിച്ച് കടന്നു കളഞ്ഞു. കുട്ടിക്ക് വേണ്ടി ശാന്തിഗ്രാമിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും അന്വേഷണം നടക്കുമ്പോൾ കുട്ടി ഒരു തേക്കുമരത്തിൻ്റെ ചുവട്ടിൽ നനഞ്ഞ പുല്ലിലൂടെ വാവിട്ട് കരഞ്ഞുകൊണ്ട് ഇഴയുകയായിരുന്നു. അങ്ങനെയിരിക്കെ 3 ദിവസത്തിന് ശേഷം വെളുപ്പിന് 3 മണിയായപ്പോൾ ശാന്തിഗ്രാമിലെ ആരോഗ്യ പരിപാലന കേന്ദ്രത്തിൽ നിന്നും കുട്ടിയുടെ ഞരക്കം കേട്ട് ഓടിക്കൂടിയവർ കണ്ടത് ഒരു പഴയ ഷട്ടിലും തേക്കിലകളിലും പൊതിഞ്ഞ് തട്ടിക്കൊണ്ടു പോകപ്പെട്ട ആ കുഞ്ഞിനെ ആണ്. കുട്ടിയെ വനത്തിൽ നിന്നാണ് രക്ഷിച്ചതെന്ന് തേക്കിലകൾ സൂചിപ്പിച്ചപ്പോൾ ആ രക്ഷിതാവ് ഉണ്ണിയാണെന്ന് ആ പഴയ ഷർട്ട് സൂചിപ്പിച്ചു. കടുത്ത പനി ബാധിച്ചിരുന്ന ആ കുട്ടിക്ക് ഉടനെ തന്നെ തീവ്ര പരിചരണം ലഭ്യമാക്കി. അങ്ങനെ ആ കുഞ്ഞിനെ പതുക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. കാലങ്ങൾക്ക് ശേഷം ആ കുഞ്ഞു വളർന്ന് വലുതായി ശാന്തിഗ്രാമിലെ പോലീസ് സ്റ്റേഷനിലെ ആദ്യത്തെ സബ് ഇൻസ്പെക്ടറായി. അദ്ദേഹത്തിൻ്റെ പേര് സെബാസ്റ്റ്യൻ എന്നായിരുന്നു. അതിയായി ആഗ്രഹിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തെ രക്ഷിച്ച ആ രക്ഷകനെ ഒന്ന് കാണുവാൻ സാധിച്ചിരുന്നില്ല. രാത്രിയിൽ ഉണ്ണി ഗ്രാമത്തിലുള്ള തെരുവുകളിലൂടെയും നടപ്പാതകളിലൂടെയും നീങ്ങിയിരുന്നുവെങ്കിലും ഒരു തെരുവ് നായോ വളർത്തുനായോ അദ്ദേഹത്തെ കണ്ട് കുരച്ചിരുന്നില്ല. കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ യാത്ര ഒരു പറ്റം നായ്ക്കളുടെ അകമ്പടിയോടെയായിരുന്നു. ഗ്രാമത്തിലെ കർഷകരുടെ കൃഷിയെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് പലപ്പോഴും സംരക്ഷിച്ചത് ഉണ്ണിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു പറ്റം നായ്ക്കളുമായിരുന്നു. പ്രത്യേക ഉപകാരമായി പലരും അവരുടെ ഉൽപ്പന്നങ്ങളുടെ ഒരു ചെറിയ പങ്ക് ഉണ്ണിക്ക് സമർപ്പിച്ചിരുന്നു. അവ മതിലുകൾക്ക് മുകളിലത്തെ നടയിലോ മരശിഖരങ്ങളിൽ തൂക്കിയിട്ടോ അവർ ഉണ്ണിക്കായി നീക്കി വെച്ചിരുന്നു. ഒരു പടലപ്പഴമോ പച്ചക്കറികളോ കിഴങ്ങുകളോ അല്ലെങ്കിൽ ഒരു നേരത്തെ സ്വാദിഷ്ടമായ ആഹാരമോ ആയിരുന്നു അത്. എന്തെങ്കിലും കഴിക്കാൻ കിട്ടാത്ത ഒരു രാത്രിയും ഉണ്ണിക്കും അദ്ദേഹത്തിൻ്റെ നായ്ക്കൾക്കും ഉണ്ടായിരുന്നില്ല. ഉണ്ണിക്കും അദ്ദേഹത്തിൻ്റെ നായ്ക്കൂട്ടത്തിനും എന്തെങ്കിലും സമർപ്പിക്കുന്നത് എല്ലാ ദുർഗതിയും ദുശകനവും ഒഴിവാക്കപ്പെടുന്ന പലരും വിശ്വസിച്ചിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും അദ്ദേഹത്തെ ഒന്ന് കാണുവാനുള്ള അവസരം അദ്ദേഹം ആർക്കും കൊടുത്തിരുന്നില്ല. അങ്ങനെ ഉണ്ണി അവരുടെ മനസ്സിൽ കൃഷ്ണനും ശ്രീരാമനും യേശുവും അള്ളാവുമൊക്കെയായി ജീവിച്ചു. ഗ്രാമീണരെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമായവയൊക്കെ ദൈവികമായിരുന്നു. അതുകൊണ്ട് ഉണ്ണിയും ഒരു ദൈവാവതാരമായിരുന്നു. അങ്ങനെ ഇരിക്കെ ശാന്തിഗ്രാമിൻ്റെ ശാന്തതയ്ക്ക് ഭംഗം വരുത്തിക്കൊണ്ട് ഒരു വലിയ സംഭവമുണ്ടായി. ഏകദേശം 20 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു തട്ടിക്കൊണ്ടുപോകൽ. പക്ഷേ ഇത്തവണ അവരുടെ ഇര ഇന്ത്യൻ സിനിമയിലെ
നക്ഷത്രമായിരുന്ന വിജയ് ആയിരുന്നു. ഒരു നടുക്കത്തോടെയാണ് രാജ്യം ആ വാർത്ത കേട്ടത്. പരിഭ്രാന്തരായ ഭരണാധികാരികൾ തലങ്ങും വിലങ്ങും ഓടി. എന്തെങ്കിലും സൂചന കിട്ടുവാൻ വേണ്ടി ശാന്തിഗ്രാമിലെ ഓരോ മുക്കും മൂലയും അരിച്ചു പിറക്കി. ശാന്തിഗ്രാമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എക്സ്പ്രസ് ഹൈവേയുടെ ഏകദേശം 1.5 കിലോമീറ്റർ ദൂരം ഒരു ഏലത്തോട്ടത്തിലൂടെയായിരുന്നു. അവിടെയാണ് വിജയ് തട്ടിക്കൊണ്ടുപോകപ്പെട്ടത്. സംഭവം നടന്ന സ്ഥലത്ത് 2 നായ്ക്കൾ കൊല്ലപ്പെട്ട് കിടന്നിരുന്നു. നശിപ്പിക്കപ്പെട്ട കാറിലും ചുറ്റുപാടും രക്തം കാണപ്പെട്ടിരുന്നു. ഒരു ഭയാനകമായ കാഴ്ചയായിരുന്നു ഏതൊരാൾക്കും അത്. അവിടെ പല സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ച രക്തം ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. പലയിടത്തായി കാണപ്പെട്ട രക്തം മനുഷ്യൻ്റേതാണോ അതോ നായ്ക്കളുടേതാണോ? മനുഷ്യൻ്റേതാണെങ്കിൽ വിജയുടേതാണോ? വിജയുടെ ഡ്രൈവറുടേതാണോ? മനസ്സിലാക്കേണ്ടതായി ഉണ്ടായിരുന്നു. ഈ സംഭവത്തോടെ ഡ്രൈവറെയും കാണാതായിരുന്നു. അന്വേഷണ സംഘത്തെ കുഴപ്പിച്ച മറ്റൊരു വസ്തുത സംഭവ സ്ഥലത്തു നിന്നും ശാന്തിഗ്രാമിലേക്കുള്ള ഒരു ഇടവഴിയിലൂടെ കുറേ ദൂരം കാണപ്പെട്ട രക്തക്കറയാണ്. തട്ടിക്കൊണ്ടുപോയവർ പോയിരിക്കുന്നത് വിപരീത ദിശയായ വനത്തിലേക്കായിരിക്കെ ആ രക്തപ്പാടുകൾ അന്വേഷണ സംഘത്തെ ശരിക്കും കുഴപ്പിച്ചു. വിജയിയെ തട്ടിക്കൊണ്ടുപോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും പോലീസിന് ഒരു നിർണായക വിവരവും ലഭിക്കാത്തത് രാജ്യത്തിൻ്റെ ആകുലത വർദ്ധിപ്പിച്ചു. അങ്ങനെയിരിക്കെ സംഭവ സ്ഥലത്തു നിന്ന് ശേഖരിച്ച രക്തപരിശോധനയുടെ ഫലം വന്നു. നായ്ക്കളുടെയും ഡ്രൈവറുടെയും കൂടാതെ മറ്റൊരാളുടെ രക്തവും പരിശോധനയിൽ തെളിഞ്ഞു. അത് ശാന്തിഗ്രാമിലേക്കുള്ള ഇടവഴിയിലൂടെ പോയ വ്യക്തിയുടേതായിരുന്നു. അവിടെ കൊല ചെയ്യപ്പെട്ട നായ്ക്കൾ അന്വേഷകരിൽ പല ചോദ്യങ്ങളും ഉയർത്തി. നായ്ക്കളെ കൊന്നത് ഒരു ഭയാനകത സൃഷ്ടിക്കാനാണോ അതോ ആ തട്ടിക്കൊണ്ടുപോകലിൽ ഏർപ്പെട്ടവരുടെ പദ്ധതിക്ക് തടസ്സമായതുകൊണ്ടാണോ? ഈ വഴിയിലുള്ള അന്വേഷണം അവസാനം ഉണ്ണിയിൽ എത്തി. കാരണം അവിടെ കൊല ചെയ്യപ്പെട്ട നായ്ക്കൾ ഉണ്ണിയുടെ രാത്രി സംഘത്തിൽപ്പെട്ടവയായിരുന്നു. ഉണ്ണി തട്ടിക്കൊണ്ടുപോകലിൽ ഉൾപ്പെട്ട ആളായോ അല്ലെങ്കിൽ അതിനെ സഹായിച്ച ആളായോ അന്വേഷണ സംഘം കരുതിയിരുന്നില്ല. മറിച്ച് തട്ടിക്കൊണ്ടുപോകൽ പദ്ധതിയെ പൊളിക്കുന്ന തരത്തിൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഇടപെട്ട ഒരു വ്യക്തിയായാണ് ഉണ്ണിയെ കണ്ടിരുന്നത്. ഉണ്ണിയുടെ ആ ശ്രമത്തിൽ അദ്ദേഹത്തിന് മുറിവേൽക്കുകയും അദ്ദേഹത്തിൻ്റെ സംഘത്തിലുണ്ടായിരുന്ന 2 നായ്ക്കൾ കൊല്ലപ്പെടുകയും ചെയ്തു. പോലീസിന് മുൻപോട്ടുള്ള അന്വേഷണം സാധ്യമാകുന്നതിന് ഉണ്ണിയുടെ സഹായം ആവശ്യമായിരുന്നു. പക്ഷേ ഉണ്ണി ഒരു അസാധാരണ വ്യക്തിയായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഗ്രാമീണർ എന്ന് വേണ്ട, സ്വന്തം അമ്മയ്ക്ക് പോലും കാണാൻ കിട്ടാത്ത ഒരു വ്യക്തിയിൽ നിന്ന് നിർണായക വിവരങ്ങൾ ശേഖരിക്കുക എന്നത് അന്വേഷണ സംഘത്തെ കുഴപ്പിച്ചു. പോലീസ് ഉണ്ണിക്ക് വേണ്ടി ഏത് സമയത്തും എത്തുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗ്രാമീണർ ഒറ്റക്കെട്ടായി ഉണ്ണിക്കെതിരെയുള്ള ഏത് ബലപ്രയോഗത്തെയും എതിർത്തുകൊണ്ട് ഉണ്ണിയുടെ വീടിന് കാവൽ നിന്നു. പോലീസ് ഉണ്ണിയെ സമീപിക്കാതിരിക്കാൻ അവർ കോടതിയിൽ നിന്നൊരു സ്റ്റേ ഓർഡർ വാങ്ങി. ഉണ്ണിയുടെ പ്രത്യേക മാനസിക സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ടും അതുപോലെ അദ്ദേഹത്തിനെ പരിപൂർണമായും നഷ്ടപ്പെടുവാനുള്ള സാഹചര്യമുള്ളതുകൊണ്ടും കോടതി നാട്ടുകാരുടെ വാദത്തിന് വില കൽപ്പിച്ചു. ആ സ്റ്റേ ഓർഡറിനെതിരെ നീങ്ങിയ പോലീസ് കോടതി കനിഞ്ഞില്ലെങ്കിൽ ഒരു വലിയ മനുഷ്യന്റെ ജീവൻ അപകടത്തിലാകുമെന്നും കുറ്റവാളികൾ രക്ഷപ്പെടുമെന്നും കോടതിയെ ധരിപ്പിച്ചു. തങ്ങൾ ഉണ്ണിയുടെ അസാധാരണമായ അവസ്ഥയെ ബഹുമാനിക്കുന്നുവെന്നും
അതിലൊരു കോട്ടവും തട്ടാതെ അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു കൊള്ളാമെന്നുമുള്ള പോലീസിൻ്റെ ഉറപ്പിൽ അവസാനം കോടതി ഉണ്ണിയെ കാണുവാനും അന്വേഷണത്തിൻ്റെ മുൻപോട്ടുള്ള പോക്കിനാവശ്യമായ വിവരങ്ങൾ ശേഖരിക്കുവാനും അനുവദിച്ചു. ഉണ്ണിയെ കാണുന്നത് അദ്ദേഹത്തോട് വലിയ കടപ്പാടുള്ള സെബാസ്റ്റ്യൻ പോൾ ആണ് എന്നുള്ളതും കോടതിയുടെ തീരുമാനം അനുകൂലമാകാൻ കാരണമായി. ഉണ്ണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അഭിമുഖീകരിക്കുന്നത് ഒരു പോലീസ് ഇൻസ്പെക്ടറെ അല്ല, മറിച്ച് താൻ രക്ഷപ്പെടുത്തിയ ഒരു കുട്ടിയെ ആണ് എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു വിട്ടുവീഴ്ചപ്രദമായിരിക്കാം എന്നും കോടതി കരുതി. ഉണ്ണിയെ കാണുവാനുള്ള എല്ലാ ക്രമീകരണവും അദ്ദേഹത്തിൻ്റെ അമ്മയുമായി ചേർന്ന് ആലോചിച്ച് ചെയ്യണമെന്നും കോടതി നിർദ്ദേശിച്ചു. സെബാസ്റ്റ്യൻ പോളിനെ സംബന്ധിച്ചിടത്തോളം താൻ ദൈവതുല്യം സ്നേഹിച്ച ഉണ്ണിയെ കാണുവാനുള്ള അവസരം തൻ്റെ ദീർഘനാളത്തെ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു. കോടതി സ്റ്റേ ഓർഡർ റദ്ദാക്കിയ അടുത്ത ദിവസം രാത്രി ഏകദേശം 11 മണിയായപ്പോൾ ഒരു ജീപ്പ് ഉണ്ണിയുടെ വീട്ടിലേക്കുള്ള നടപ്പാതയോട് ചേർന്ന റോഡരികിൽ നിർത്തി. അതിൽ നിന്ന് ഒരു സാധാരണ വേഷത്തിൽ സ്ഥലത്തെ പോലീസ് ഇൻസ്പെക്ടറായ സെബാസ്റ്റ്യൻ പോൾ ഇറങ്ങി വന്നു. സാധാരണ ധരിക്കാറുള്ള ഷൂസ് ഒഴിവാക്കി വെറും പാദരക്ഷകളായിരുന്നു ഉപയോഗിച്ചതെങ്കിലും ആ മണൽ നിറഞ്ഞ പാതയിലോട്ടുള്ള വരവ് അശാന്തമായ അന്തരീക്ഷത്തെ ഒന്ന് ശല്യപ്പെടുത്തി. കഴിഞ്ഞുപോയ മറ്റ് രാത്രികളെ അപേക്ഷിച്ച് വീടിൻ്റെ ഹാളിൽ ഒരു മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ചിരുന്നു. പകുതി തുറന്ന വാതിലിലൂടെ ആ വിളക്കിൽ നിന്ന് വെളിച്ചം വരാന്തയെയും മുറ്റത്തെയും അവിടെ ഇവിടെ പ്രകാശിപ്പിച്ചിരുന്നു. ഞാൻ സെബാസ്റ്റ്യൻ പോൾ, എൻ്റെ പപ്പ മരിച്ചുപോയ പോൾ ഫിലിപ്പ്. നടത്തം നിർത്തി അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തി. ആ പകുതി തുറന്ന വാതിലിന് അഭിമുഖമായി ഒരു മറുപടിക്ക് വേണ്ടി നിമിഷങ്ങളോളം അദ്ദേഹം കാത്തുനിന്നു. പക്ഷേ അദ്ദേഹത്തെ സ്വീകരിച്ചത് നിശബ്ദതയായിരുന്നു. അവിടെ ആരും ഉള്ളതായി ഒരു സൂചനയും കിട്ടിയില്ല. നിങ്ങളാണ് സർക്കിൾ ഇൻസ്പെക്ടർ സെബാസ്റ്റ്യൻ പോൾ അല്ലേ? നിങ്ങളെ പ്രതീക്ഷിച്ച് ഞാൻ ഇരിക്കുകയായിരുന്നു. അധികം താമസിക്കാതെ സെബാസ്റ്റ്യന് മറുപടി കിട്ടി. അന്താളിച്ച് അദ്ദേഹം ചുറ്റും നോക്കി. കാരണം ശബ്ദം കേട്ടെങ്കിലും ആരെയും കാണാൻ സാധിച്ചില്ല. ഈ വരാന്തയിൽ നിങ്ങളുടെ ഏകദേശം മുമ്പിൽ തന്നെ ഞാനുണ്ട്. ഞാൻ അമ്മണിയമ്മയാണ്, ഉണ്ണിയുടെ അമ്മ. സെബാസ്റ്റ്യൻ ഏതാനും ചുവട് മുമ്പോട്ട് വെച്ചപ്പോൾ ഇരുണ്ട വെളിച്ചത്തിൽ അവ്യക്തമായ അവരുടെ രൂപം കണ്ടു. ക്ഷമിക്കണം, ഈ സമയത്ത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ. നിങ്ങൾ സഹായിക്കുമെങ്കിൽ എനിക്ക് ഉണ്ണിയെ ഒന്ന് കാണുവാൻ സാധിക്കും. 2 മനുഷ്യ ജീവനുകളുടെ പ്രശ്നമാണ്, സെബാസ്റ്റ്യൻ അവരോട് പറഞ്ഞു. അതാ അവിടേക്ക് നോക്കൂ. പെട്ടെന്ന് സെബാസ്റ്റ്യൻ തലതിരിച്ച് അമ്മിണിയമ്മ ചൂണ്ടിയ ദിശയിലേക്ക് നോക്കി. അവിടെ കാറ്റിൽ ആടുന്ന ഒരു ചെറിയ ദീപം അദ്ദേഹം കണ്ടു. അവൻ പോയത് ഇന്നലെയാണ്. അമ്മിണിയമ്മയിൽ നിന്നുള്ള ആ ഇടറിയ വാക്കുകൾ സെബാസ്റ്റ്യനെ മരവിപ്പിച്ചു. മുറിവ് പറ്റിയ ആ രാത്രി ഉണ്ണി അവന് വേണ്ട കുഴി വെട്ടിയിരുന്നു. ഞാൻ അവിടെ ഇവിടെയൊക്കെ രക്തത്തുള്ളികൾ കണ്ടിരുന്നുവെങ്കിലും ഇത്ര കരുതിയില്ല. കരച്ചിൽ അടക്കാൻ സാധിക്കാതെ അവർ പൊട്ടിക്കരഞ്ഞു. ലോകം തന്നെ കറങ്ങുന്നുവെന്ന് തോന്നിയ സെബാസ്റ്റ്യൻ സ്തംഭിതനായി. അവനറിയാമായിരുന്നു അവൻ മരിക്കുകയാണെന്ന്. ആ രാത്രി താൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മുഴുവൻ തുണികളും ഒന്നിനു മുകളിൽ ഒന്നായി ധരിച്ചുകൊണ്ട് കുഴിയിൽ കിടന്ന് കഴിയുന്നത്ര ഇരുവക്കത്തും 2 പലകകളിലുള്ള മണ്ണ്
തൻ്റെ മുകളിലേക്ക് കയറുകളുടെ സഹായത്തോടെ വീഴ്ത്തി മരണത്തിനായി കാത്തുകിടന്നു. അടുത്ത ദിവസം രാവിലെ അസാധാരണമായി തട്ടുംപുറത്തെ വാതിൽ തുറന്നു കിടക്കുന്നത് ഞാൻ കണ്ടു. അവൻ എന്നു മുതൽ തട്ടുംപുറത്ത് അഭയം പ്രാപിച്ചോ അന്നു മുതൽ തട്ടുംപുറത്തെ ആ വാതിൽ അടഞ്ഞു കിടന്നിരുന്നു. പിന്നീടുള്ള എൻ്റെ ചിന്തകൾ എൻ്റെ ശരീരം തളർത്തി. മനസ്സിലെ ആളുന്ന തീ അണയ്ക്കുവാൻ ഞാൻ വീടിന് വെളിയിലേക്ക് ഓടി ചുറ്റും നോക്കി. കുഴിവക്കിൽ അവൻ ഉപയോഗിച്ചിരുന്ന പുതപ്പിൻ്റെ ഒരറ്റം കണ്ട് അങ്ങോട്ടേക്ക് കുതിച്ചു. കുഴിയിൽ കിടക്കുന്ന ഉണ്ണിയെ ആവരണം ചെയ്ത പുതപ്പിൻ്റെ ഒരറ്റമായിരുന്നു അത്. എൻ്റെ കുട്ടിക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലായതും ഞാൻ അവിടെ കുഴഞ്ഞു വീണു. അവർ അല്പസമയം ഉച്ചത്തിൽ തേങ്ങിക്കരഞ്ഞു. എനിക്ക് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ അവൻ ചെയ്ത മുഴുമിപ്പിക്കാൻ പറ്റാത്തത് ഞാൻ ചെയ്തു. തേങ്ങലടക്കി അവർ തുടർന്നു. അവിടെ ഉണ്ടായിരുന്ന ആ തൂമ്പയെടുത്ത് ആ കുഴി മുഴുവനായി മൂടി. അവൻ്റെ മൃതശരീരം പോലും ആരും കാണേണ്ട എന്നായിരിക്കാം. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവർ തുടർന്നു. ഈ സംഭവത്തിന് ശേഷം ഞാൻ പുറത്തിറങ്ങിയിട്ടേ ഇല്ല. സന്ധ്യയ്ക്ക് ഞാൻ അവൻ്റെ കുഴിമാടത്തിൽ ഒരു ദീപം തെളിക്കുന്നു. അവൻ ഒരു യഥാർത്ഥ പ്രകാശമായിരുന്നു. അപ്പോഴേക്കും നിശബ്ദനായ ഇൻസ്പെക്ടർ തലകുനിച്ച് തൻ്റെ ജീപ്പിലേക്ക് നടക്കുകയായിരുന്നു. തൊട്ടടുത്തു നിന്നുള്ള നായ്ക്കളുടെ കുര കേട്ട് അദ്ദേഹം ചുറ്റും നോക്കി. പേടിക്കേണ്ട, അവർ എല്ലാ ദിവസവും രാത്രി ചുറ്റിക്കറങ്ങും. അവരുടെ യജമാനനെ അന്വേഷിച്ച് അമ്മിണിയമ്മ ഇൻസ്പെക്ടറോടായി പറഞ്ഞു.